ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഹലോ, വെൽക്കം ബാക്ക്. ഇത് മുഹറമിലെ നോമ്പിൻ്റെ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ അതിനു മുമ്പേ ഞാനില്ലേ ഇത് ചിക്കൻ പാറ്റീസാണ്. ചിക്കനും പൊട്ടാറ്റോയും ഒന്നിച്ചിട്ടുള്ള ഒരു ചിക്കൻ പാറ്റീസ് ഞാൻ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബർഗർ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഈ ചിക്കൻ പാറ്റീസിന് ഒന്നും കടലമാവിൽ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ബൺ ബർഗറില്ലേ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഒരു അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പ്രിപ്പയർ ആക്കാനാണ് പോയത്. ഉള്ളത് വെച്ചിട്ടൊന്നും പ്രിപ്പയർ ആക്കാമെന്നാണ്. അപ്പോൾ അതിന് ചിക്കൻ പാറ്റീസ് റെഡി ആയിട്ടുണ്ട്. കടലമാവിൻ്റെ ബാറ്ററും റെഡി ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചൂട് ഓയിലാണ് കേട്ടോ 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടലമാവും ഉപ്പുമാണ് ഇതിലുള്ളത്. എന്നിട്ട് ചിക്കൻ പാറ്റീസില്ലേ ഇതിലൊന്ന് മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അത്ര തന്നെ. ഡീപ്പ് ഫ്രൈ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ബർഗറിൻ്റെ ഉള്ളിൽ മയനീസൊക്കെ തേച്ച് കൊടുക്കുന്നതിന് പകരം ചില്ലിയൊക്കെ വെച്ചിട്ട് വിനീഗർ ചില്ലിയൊക്കെ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് പ്രിപ്പയർ ആക്കിയത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ കണ്ടു നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് തന്നേക്കണേ. പിന്നെ അവസാനം നിങ്ങൾക്കത് മറന്നു പോയാലോ സബ്സ്ക്രൈബ് ആക്കാനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടിയാക്കി സപ്പോർട്ടാക്കാം. പിന്നെ ഞാനിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ കുട്ടികളുടെ ഒരു ഡിമാൻഡായിരുന്നു ഒരു ലാവ കേക്ക് ആക്കി തരുമോ എന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ ഇപ്പോൾ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിങ്ങനെ വെച്ച് കൊടുത്താൽ എന്തായാലും അത് ഇങ്ങനെ കുട്ടികൾ കഴിച്ച് കാലിയായി പോയാലോ എന്ന് വിചാരിച്ചു അവർ പറഞ്ഞ ആ ഡിമാൻഡ് ഒന്ന് പൂർത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ചോക്ലേറ്റൊക്കെ ഞാനിങ്ങനെ മുറിച്ച് ഒന്ന് മെൽട്ടാക്കുക. ഡബിൾ ബോയിൽ മെത്തേഡിലൊന്ന് മെൽട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രഷ് ക്രീം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ പാലോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഗ്യാസിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെറും 20 നിമിഷത്തിലാണ് ഞാൻ ഈ ലാവ കേക്ക് ഉണ്ടാക്കുന്നത്. എൻ്റെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഡബിൾ ബോയിൽ മെത്തേഡിൽ ഞാനിപ്പോൾ ചോക്ലേറ്റൊക്കെ മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രീസറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള എൻ്റെ പ്രിപ്പറേഷനൊക്കെ ആവുന്നത് വരെ ഒന്ന് ഒരു തിക്നെസ് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിലേക്ക് ഞാനൊരു കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്കൊരു 1/4 കപ്പോളം ഞാൻ ഇതിലേക്ക് കൊക്കോ പൗഡറും പിന്നെ ഒരു 1 ടീസ്പൂൺ ഇതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് മുട്ടയില്ലാത്ത ലാവ കേക്കാണ്. പിന്നെ ഒരു പിഞ്ച് സോൾട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. പഞ്ചസാര തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതേ 1/4 കപ്പിൽ ഞാൻ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഞാൻ പാലിലാണ് കേട്ടോ. ഞാനിത് 1/3 കപ്പോളം ഇതിലേക്ക് ഞാൻ പാൽ ആഡ് ആക്കിയിട്ടുണ്ട്. ഞാനിത് കുറച്ച് ഒഴിച്ചിട്ടാണ് ഈ ബാറ്റർ റെഡി ആക്കിയിട്ടുള്ളത്. ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത് നമുക്ക്. അപ്പോൾ എൻ്റെ ഇവിടെ ബാറ്ററും റെഡി, ചോക്ലേറ്റ് ഗനാഷും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കപ്പ് നിങ്ങൾക്കത് ഏത് കപ്പിലാണോ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ ഓരോരുത്തർക്കും ഓരോ കപ്പിൻ്റെ വീതത്തിൽ ഞാൻ ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഒരു ഗ്ലാസ് കപ്പാണ് ഉള്ളത്. മോൾഡാണ്. ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ആ മോൾഡിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ആദ്യം ഞാൻ കുറച്ച് ബാറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു കുറച്ചും കൂടി കഞ്ചൂസി കാണിക്കാതെ ഞാൻ ഇതിലേക്ക് ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും ബാറ്ററാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലാവ കേക്കാണ് ഇത് കിട്ടാൻ പോകുന്നത്. സോറി, ഇതിലെനിക്ക് മുഴുവനായിട്ടും അങ്ങോട്ട് കാണിക്കാൻ പറ്റിയില്ല. കാരണം ബാങ്കും കൊടുത്തു ആ നേരത്ത് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് മൊത്തത്തിലങ്ങ് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ഇത് വീണ്ടും ഒരു തവണ കാണിക്കും. അപ്പോൾ ഇനി ഇത് ഞാൻ പ്രീ ഹീറ്റ് ആയിട്ടുള്ള എൻ്റെ ഓവൻ പാത്രത്തിൽ ഞാനിത് 20 നിമിഷമാണ് വെച്ചിട്ട് കുക്കാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഓവറായി പോയിട്ടുണ്ട്. എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലാവ കേക്ക് ഇവിടെ റെഡിയാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ മൊത്തത്തിൽ ഇൻഷാ അല്ലാഹ് എനിക്ക് ഇനി ഇടണമെന്നുണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ആക്കാം. അപ്പോൾ ഇത് മൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 20 നിമിഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓപ്പൺ ആക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലാവ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് മാത്രമാണ് ഞാൻ ഫുള്ളാക്കിയിട്ട് നിറച്ചിട്ടുള്ളത്. ബാക്കി എൻ്റെ 3 കുട്ടികൾക്ക് ഞാൻ പകുതി മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ. കാരണം അവർക്ക് ചോക്ലേറ്റ് അധികം മാവ് കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്തെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ലാവ കേക്കാണ്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് കാണാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.